1872 ഡിസംബർ 5 അന്നാണ് മേരി സെലസ്റ്റ എന്നു പേരുള്ള ഒരു കപ്പൽ ന്യൂയോർക്ക് നഗരത്തിലെ ഈസ്റ്റ് റിവറിൽ നിന്നും ഇറ്റലിയിലെ ജനോവയിലേക്ക് യാത്രയാരംഭിക്കുന്നത്. കപ്പലിൽ പരിചയസമ്പന്നരായ 7 നാവികരും അവരുടെ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ബെഞ്ചമിൻ എസ് ആണ് കപ്പലിലെ ക്യാപ്റ്റൻ. കൂടാതെ അദ്ദേഹത്തോടൊപ്പം ഭാര്യ സാറയും 2 വയസ്സുള്ള മകൾ സോഫിയയും ഉണ്ടായിരുന്നു. എന്നത്തെയും പോലെ ഒരു സാധാരണ യാത്ര. അതിൽ കൂടുതലൊന്നും അവർക്ക് ആ ഒരു സന്ദർഭത്തിൽ തോന്നിയില്ല. രൂക്ഷമായ തിരമാലയെയും കൊടുങ്കാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് മേരി സെലസ്റ്റ എന്ന ആ ഒരു കപ്പൽ യാത്ര തുടർന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം, അതായത് 1872 ഡിസംബർ 24, അസോറസിൽ നിന്നും 400 മൈൽ തെക്ക് കിഴക്കായി ഒരു ബ്രിട്ടീഷ് കപ്പൽ മേരി സെലസ്റ്റയെ കണ്ടെത്തുന്നു. എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. മേരി സെലസ്റ്റ എന്ന കപ്പലിൽ മറ്റാരുമില്ല. ഇതോടെ ബ്രിട്ടീഷ് കപ്പലിലുണ്ടായിരുന്നവർ മേരി സെലസ്റ്റയിലേക്ക് എത്തുകയും അവർ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തു. കപ്പലിൽ ആരെയും തന്നെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാരുടെ സ്വകാര്യ വസ്തുക്കളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും, എന്തിനേറെ ഭക്ഷണ സാധനങ്ങൾ പോലും അപ്പോഴും കേടുകൂടാതെ അവിടെയുണ്ടായിരുന്നു. കപ്പലിലെ ജീവനക്കാർ മാത്രമാണ് അപ്രത്യക്ഷമായത്. പിന്നീട് മേരി സെലസ്റ്റയെക്കുറിച്ച് ഒട്ടേറെ കഥകൾ പ്രചരിക്കുവാൻ തുടങ്ങി. കടൽ കൊള്ളക്കാരുടെ ആക്രമണം, ഭീകരജീവികളുടെ ആക്രമണം, കൂടാതെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചതാവാം. ഇത്തരത്തിൽ ഒരുപാട് കഥകൾ പ്രചരിക്കുവാൻ തുടങ്ങി. എന്നാൽ മേരി സെലസ്റ്റയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനുള്ള കൃത്യമായ ഉത്തരം ഇന്നും അജ്ഞാതമായി തന്നെ തുടരുന്നു.